കുംഭമേളയിലൂടെ മൊണാലിസ എന്ന പേരിൽ ആളുകളുടെ മനസ്സിൽ ഇടം നേടിയ പെൺകുട്ടി ബോളിവുഡിലേക്ക്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഹാകുംഭമേളയ്ക്കിടെ വൈറലായ പെൺകുട്ടിയാണ് മൊണാലിസ എന്ന മോനി ബോൺസ്ലെ. കുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ മൊണാലിസയുടെ വെള്ളാരം കണ്ണുകളായിരുന്നു എല്ലാവരെയും ആകർഷിച്ചത്. ഇപ്പോഴിതാ മൊണാലിസ ബിഗ് സ്ക്രീനിലേക്ക് പ്രവേശിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ബോളിവുഡ് സംവിധായകനായ സനോജ് മിശ്രയുടെ ചിത്രത്തിലാണ് മൊണാലിസ നായികയാകുന്നതെന്നാണ് വിവരം. ദി ഡയറി ഓഫ് മണിപ്പൂർ എന്നാകും ചിത്രത്തിന്റെ പേരെന്നും ഇത് സംബന്ധിച്ച് മൊണാലിസയോടും വീട്ടുകാരോടും സംവിധായകൻ സംസാരിച്ചെന്നുമാണ് റിപ്പോർട്ട്. മൊണാലിസ കരാറിൽ ഒപ്പിട്ടെന്നാണ് വിവരം. സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം മൊണാലിസ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. കുടുംബം സമ്മതിച്ചാൽ സിനിമ ചെയ്യുമെന്നായിരുന്നു മൊണാലിസയുടെ പ്രതികരണം. രാമജന്മഭൂമി, ദി ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ, കാശി ടു കശ്മീർ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് സനോജ് മിശ്ര. അടുത്തിടെ ഇദ്ദേഹം മൊണാലിസയെ കാണാൻ പോയതിന്റെ പോസ്റ്റും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. വൈറലായതിനു പിന്നാലെ പെൺകുട്ടിയെ തേടി നിരവധി ആളുകൾ എത്തിയതോടെ ഉപജീവന മാർഗമായിരുന്ന മാല വിൽപ്പന മൊണാലിസയ്ക്ക് അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. കാണാനെത്തുന്നവരുടെ തിക്കും തിരക്കും വർദ്ധിച്ചതോടെ മൊണാലിസയെ പിതാവ് വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. തുടക്ക സമയത്ത് തന്നെ തേടിയെത്തിയ ക്യാമറ കണ്ണുകളോട് മൊണാലിസ നല്ല രീതിയിൽ പ്രതികരിച്ചെങ്കിലും തന്റെ ഉപജീവന മാർഗം തടസ്സപ്പെടുന്ന സ്ഥിതി എത്തിയതോടെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്നായിരുന്നു ക്യാമറയുമായി എത്തുന്നവരോടുള്ള പെൺകുട്ടിയുടെ പ്രതികരണം. തുടർന്നാണ് പെൺകുട്ടിയെ പിതാവ് തിരികെ വീട്ടിലേക്ക് അയച്ചത്.